ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിന് ഇവാലുവേഷൻ 2023 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 7 അഥവാ നമ്മുടെ ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ചോദ്യം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഡ്രോ എ ടാൻജൻ ടു ദ സർക്കിൾ ഫ്രം a point 7.5 cm away from the center. ആരം 3 cm ആയ വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7.5 cm അകലെയുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ ഈ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ ഇനി വീണ്ടും, അതായത് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് 7.5 cm അകലത്തിൽ ഒരു പി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണം. ഇനി ഈ 7.5ൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരക്കണം. മോർ ദാൻ ഹാഫ് എടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പുറത്തുനിന്ന് സർക്കിൾ വരെയുള്ള ലെങ്ത് ഇട്ടത് എന്തായാലും മോർ ദാൻ ഹാഫ് അല്ലേ? സർക്കിൾ 3 അല്ലേ വരുന്നുള്ളൂ. 7.5 എന്ന് പറയുമ്പോൾ 3നേക്കാൾ കൂടുതലായില്ലേ? 3 കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വേറെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇന്ന ലെങ്ത്ത് ഒന്നുമല്ല കേട്ടോ, പകുതിയിൽ കൂടുതലാവണം എന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ പകുതിയിൽ കൂടുതൽ വരുന്ന ഏത് ലെങ്ത്ത് എടുത്താണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആർക്കുകൾ വരക്കാം. ആർക്കുകൾ കൂട്ടിമുട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അപ്പുറത്ത് വരച്ചിട്ട് വരച്ചാൽ മതി. നമുക്ക് ഫസ്റ്റത്തെ കൂട്ടിമുട്ടിയിട്ടില്ല, നമുക്ക് താഴത്തെ ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഈ 7.5ൻ്റെ സെൻറ്റർ കിട്ടി. ഇനി ആ സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിൾ വരക്കാം. ഇനി ഈ സർക്കിൾ നമ്മളുടെ ആദ്യത്തെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് നിന്ന് ആ 7.5ൻ്റെ അവസാനത്തേക്ക് നമ്മൾ ഓരോ ലൈനുകൾ വരക്കുക. ആൻഡ് ദാറ്റ് ഈസ് അവർ ടാൻജന്റ്. ഇതാണ് നമ്മളുടെ തൊടുവര എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle, PQ is the tangent at the point B, ആംഗിൾ ABP 70 ഡിഗ്രി, AC ഈക്വൽ ടു BC. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്, B എന്ന ബിന്ദുവിലൂടെയുള്ള തൊടുവരയാണ് PQ, ആംഗിൾ ABP 70 ഡിഗ്രി, AC ഈക്വൽ ടു BC. വാട്ട് ഈസ് ABQ? എവിടെയാണ് ABQ? ഇതാണ് ABQ. നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഏതാ? ABP. ഇത് 70. അപ്പോൾ ഇപ്പുറത്ത് എത്രയായിരിക്കും? ഇതൊരു സ്ട്രേറ്റ് ലൈനാണ് PBQ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്ത് 110 ആയിരിക്കും. അപ്പോഴല്ലേ 180 ആവുക? കാരണം ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോൾ ഇപ്പുറത്ത് എത്രയാണ്? 180. രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പോൾ 70 അപ്പുറം പോകുമ്പോൾ 110 വരും. ഓക്കെ, അതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ABPയും ABQയും കൂട്ടുമ്പോൾ നമുക്ക് 180 ആണ് കിട്ടുക. അപ്പോൾ 180 നിന്ന് 70 മൈനസ് ചെയ്താൽ 110 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താ? ഫൈൻഡ് ദ മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ദ ട്രയാംഗിൾ ABC. ABCയിലെ എല്ലാ കോണുകളും കാണാനാണ് പറഞ്ഞത്. ഓക്കെ, നോക്കിയാൽ ABQ 110 ആണെന്നുണ്ടെങ്കിൽ ACBയും 110 ആയിരിക്കും. കാരണം നമ്മൾ റൂള് നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞാണല്ലേ, എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണ് സർക്കിളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന കോണ് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ടാൻജൻറ്റുമായിട്ടുണ്ടാക്കുന്ന കോണ് 110 ആണെന്നുണ്ടെങ്കിൽ ആ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? 110 ആയിരിക്കും. ഇനി ACയും CBയും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ 110 180 110 പോയ 70, ആ 70ന് ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ 35 എന്ന് വരും. ഓക്കെ, ACയും BC ഈക്വൽ ആണ്. അപ്പോൾ ആ രണ്ട് കോണുകൾ തുല്യമാകും. CAB എന്ന് പറയുന്നതും CBA എന്ന് പറയുന്നതും ഈക്വൽ ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 180 110 പോയാൽ 70 ആണ്. 70ൻ്റെ പകുതി 35 എന്ന് കിട്ടും. In the figure, O is the center of the circle, side of triangle ABC are tangent of the circle. What is angle POQ? ഇതാ POQ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 55 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ POQ എത്രയായിരിക്കും? 105 ആയിരിക്കും. സോറി, 105 അല്ല, 180 ഇവിടെ ഉണ്ടല്ലേ. 180 55 കുറച്ച് 125 കിട്ടും.
എത്ര കിട്ടും? 125 കിട്ടും. ഓക്കെ, 180 ഇത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടുക. അപ്പോൾ 180 55 പോലെ 125. ഇനി നമ്മളോട് സർക്കിൾ വരക്കാനാണ് പറഞ്ഞുള്ളത് കേട്ടോ. ആരം 2.5 ആണ്, ഒന്ന് 55ഉം ഒന്ന് 70 ആണ്. അപ്പോൾ 55 ഓപ്പോസിറ്റ് ഉള്ളത് 180 55 പോയാലും 125, 70 ഓപ്പോസിറ്റ് ഉള്ള 180 70 പോയാലും 110. അപ്പം ഇനി നമ്മൾ സർക്കിൾ വരക്കാൻ പോകണം. നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 2.5. അതിൽ ഞാൻ റേഡിയസ് വരച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് റേഡിയസ് വരക്കാം. ഇനി നമുക്ക് പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ആ 55ഉം അതേപോലെ തന്നെ മറ്റേ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന കോണുകൾ നമുക്ക് വരക്കാം. ഓക്കെ, ഒന്ന് 125 ഞാൻ വരച്ചു. അടുത്തത് 110. ഇനി നമ്മൾ ടാൻജൻറ്റുകൾ വരക്കണം, തൊടുവരകൾ. ഫസ്റ്റത്തെ ടാൻജൻറ്റ് വരച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ടാൻജൻറ്റ് വരക്കാം. രണ്ടാമത്തെ ടാൻജൻറ്റും വരച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ടാൻജൻറ്റ് വരക്കാം. കറക്റ്റ് 90 ഡിഗ്രി ആ റേഡിയസ് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ വെക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. പ്രൊട്രാക്ടർ ഒന്നെങ്കിൽ ബാക്കിലേക്ക് വെച്ചിട്ടോ. ഞാൻ സോഫ്റ്റ്വെയറിൽ വരക്കുന്നതുകൊണ്ട് കറക്റ്റ് 180 പ്രൊട്രാക്ടറിൻ്റെ മേലെ കൂടെ നമുക്ക് വരക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വരക്കുന്നത്. നിങ്ങൾ നോട്ടിൽ വരക്കുമ്പോൾ പ്രൊട്രാക്ടർ ലേശം ബാക്കിലോട്ട് വെച്ചിട്ട് കറക്റ്റ് ആ 90 ഡിഗ്രിയുടെ വരാകുമ്പോൾ വരുന്ന രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വരക്കുക. അവിടെ അത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്കെയിൽ എടുത്തത് കേട്ടോ. കറക്റ്റ് 180 അവിടെ തുടങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഇത് മാത്രം ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരക്കാം. ആദ്യം ആ പ്രൊട്രാക്ടറിന് കറക്റ്റായിട്ട് സ്കെയിൽ വെക്കുകയാണ്. എന്നിട്ട് ആ പ്രൊട്രാക്ടറിൻ്റെ ലൈന് ചേർത്ത് ഞാൻ 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വെച്ചു. ഇനി ഞാനത് വരക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ട്രയാങ്കിളായി. നമ്മൾ ആംഗിളുകൾ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. 125, അപ്പുറത്ത് നമ്മൾ 110 എടുത്തു. 125 ഓപ്പോസിറ്റ് 55 വരും. 110 ഓപ്പോസിറ്റ് 70 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ചിത്രം വരക്കുന്നത് കേട്ടോ. ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് പുറത്തുനിന്ന് 2 സർക്കിൾ വരക്കാൻ, പിന്നെ ട്രയാങ്കിൾ വരക്കാൻ, ഇൻ സർക്കിൾ വരക്കാൻ, ഇത് മൂന്നും റിപ്പീറ്റ് ചെയ്ത് 3 വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വർഷവും അത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ. അടുത്ത നമുക്ക് ഇൻ സർക്കിൾ വരക്കാനാണ് അല്ലേ. ഒരു ട്രയാങ്കിൾ 7, 6, 5 അത് വരക്കണം ആദ്യം. പിന്നെ അതിൻ്റെ ഇൻ സർക്കിൾ വരക്കണം. മെഷർ ദ റേഡിയസ്, അത് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അളന്നാൽ മതി റേഡിയസ് എത്രയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ വരക്കാണ്. ആ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ സർക്കിളും വരക്കണം. ആദ്യം 7 സെൻറ്റിമീറ്റർ വരച്ചു. അതിനുശേഷം കോമ്പസിൽ 6 എടുത്തു. നമുക്ക് മുകളിൽ ഒരു ആർക്ക് വരക്കാം. അടുത്ത ഇനി 5 എടുക്കണം അല്ലേ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആർക്ക് വരക്കാൻ 5 എടുക്കണം. ഇനി ആ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്നും
സ്ട്രൈറ്റ് ലൈനുകൾ വരച്ചാണ് നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഇൻ സർക്കിൾ വരക്കാൻ പോവാണ് കേട്ടോ. ആംഗിളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ആർക്ക് വരച്ചിട്ട് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനുള്ള ആർക്കുകൾ വരയ്ക്കണം കേട്ടോ. ഇനി ഈ 2 പോയിന്റും നമ്മൾ ഓരോ ആർക്കുകൾ വരക്കും. കറക്റ്റ് അതിൽ ഓരോ സ്റ്റെപ്പും നമ്മൾ കോമ്പസ് വെച്ച് വരക്കുന്നുണ്ട്. കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അവിടുന്ന് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരക്കണം. അതിനെയാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ, കോണിൻ്റെ സമഭാജി എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ. അതിനെ ഞാൻ നീട്ടി വരച്ചു. ഇനി രണ്ടാമത്തെ വരക്കാം നമുക്ക്. രണ്ടെണ്ണം വരച്ചാലും മതി ആംഗിൾ ബൈസെക്ടർ കേട്ടോ. മൂന്നാമത്തത് ആ പോയിന്റിൽ തന്നെ കൂട്ടിമുട്ടുക എന്നുള്ളത് നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ കണ്ടാണ്. രണ്ടെണ്ണം മതി നമുക്ക്. ഇനി ആ മെഷർമെൻ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. കറക്റ്റ് നമുക്ക് 3 സൈഡിലും ടച്ച് ചെയ്യുന്ന പോലെ സർക്കിൾ കിട്ടും. ഇനി സ്കെയിൽ എടുത്തുകൊണ്ട് ഒന്നെങ്കിൽ ആ കോമ്പസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കോമ്പസ് നമ്മൾ വരച്ച റേഡിയസ് ഉണ്ടല്ലോ അത് സ്കെയിലിൽ വെച്ചാണ്ട് എത്ര സെൻറ്റിമീറ്റർ അളന്നാൽ മതി. ഇല്ലെങ്കിൽ ആ സെൻറ്ററിൽ നിന്നും സൈഡിലേക്കുള്ള ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്നാൽ മതി. ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള അകലം കേട്ടോ. ഏകദേശം 1.6 ആണ് ഇതിൻ്റെ റേഡിയസ് വരുന്നത് അല്ലേ. അപ്പോൾ റേഡിയസ് 1.6 എന്ന് വരും. വൺ പോയിൻറ്റ് 6 എന്ന് കിട്ടി നമുക്ക് റേഡിയസ് കേട്ടോ. അപ്പോൾ ആ കോമ്പസ് എന്ത് ചെയ്താൽ മതി, ആ സ്കെയിൽ വെച്ചാണ്ട് നടന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്കെയിൽ എടുത്തുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം നേരെ അളന്നാലും മതി. ഓക്കെ. അടുത്തത്, in the figure AB AC are tangent of the circle, the line PQ touches the circle at R. ഓക്കെ, എ ബിയും ബി എ സിയും ടാൻജൻ്റ് ആണ്. പി ക്യു എന്ന് പറയുന്നത് സർക്കിളിൽ ആർ എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. എ പി ക്യു 70 ആണ്, എ ബി സി 50 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം ബി പി ക്യു കാണാനാണ്. ബി പി ക്യു ഇതാ ഈ ആംഗിൾ മുഴുവനായിട്ട് അത് എത്രയായിരിക്കും, 110 ആയിരിക്കും. 180 ഒരു സ്ട്രൈറ്റ് ലൈൻ ആണല്ലേ. 180 70 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും, 110 ഉണ്ടാവും. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം ഒ പി ക്യു കാണണം. എവിടെ ഒ പി ക്യു, ഒ പി ക്യു ഇതും പിന്നെ ഏതാ ഒ പി ക്യു മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ഒ പി ക്യു ഒ ക്യു പി. ഓക്കെ, ഈ ഒ പി ക്യൂയും കാണണം, അതേപോലെ തന്നെ ഒ ക്യു പി, ഇത് രണ്ടും കാണണം. അത് രണ്ടും ഈക്വലാണെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് അത് രണ്ടും കാണണം. അത് നമുക്ക് ടാൻജന്റ് ഓഫ് ദി സർക്കിൾ ആൻഡ് ലൈൻ പി ക്യു ടച്ചസ് സർക്കിൾ, ഒ പി ക്യു 70, ബി എ സി 50 ഓരോ കോണുകൾ തന്നിട്ടുണ്ട്. ഇനി നോക്കിയാൽ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയാൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്ന 2 ടാൻജന്റ് അല്ലത് അല്ലേ, ബി പിയും പി ആറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടാൻജന്റുകൾ ചേരുന്ന ആംഗിളിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരക്കുന്ന ലൈൻ എന്ത് ചെയ്യും, ആ ടാൻജന്റുകൾക്കിടയിലുള്ള ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ 110 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 55 എന്ന് വരും. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിലും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ റേഡിയസ് വെച്ചിട്ട് റേഡിയസുകൾ തമ്മിലുള്ള ആംഗിൾ ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ ട്രയാങ്കിൾസും ഒക്കെ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്താണ്ട് എന്ത് പറയാം, ഈ പി ബി എന്ന് പറയുന്ന ടാൻജൻറ്റും പി ആർ എന്ന് പറയുന്ന ടാൻജൻറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ലൈന് അവിടെ വരുന്ന കോണിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ 110 പകുതിയാക്കുമ്പോൾ 55 കിട്ടും. ഇനി എ ക്യു പി കാണണം.
ഓക്കെ, അതിന് ഈ ആംഗിൾ എത്രയെന്ന് നമുക്ക് മുഴുവനായിട്ട് അറിയില്ലല്ലോ. ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 70 വരണം എന്നുള്ള കണ്ടീഷനൊന്നുമില്ല. ഒന്നെങ്കിൽ 70 50 എത്രയെന്ന് നോക്കുക. 70 50 കൂട്ടിയിട്ട് അത് 180 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AQP കിട്ടും. ഓക്കെ, അപ്പോൾ AQP 180 20 പോയാൽ ഇവിടെ 60 കിട്ടും. ഇവിടെ AQP. ഓക്കെ, ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് 120 വരും. PQC 120 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. PQCൻ്റെ പകുതിയല്ലേ വരിക? കണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 110 വരും. അപ്പോൾ ഇതിൻ്റെ പകുതി 55 വരും. ഇനി 50 70 120 ആയി. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 60 ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവനായിട്ട് 120 വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇവിടെ എത്ര വരും? ബാക്കിയല്ല, പകുതി 60 വരും. ഓക്കെ, ഇനി OPOQ എന്ന് പറയുന്നത് ഏതാണ്? OPOQ എന്ന് പറയുന്നത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഇതിൽ കുറേ കോണുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. OPQ 55 ആണ്. OPQ എന്ന് പറയുന്നത് 55 ആണ്. OQP എന്ന് പറയുന്നത് AQP എന്ന് പറയുന്നത് 60 ആണ് ഇവിടെ. പിന്നെ PQC എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ OQP എന്ന് പറയുന്നത് 60 ആണ്. ഇത് 60 ആണ്. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ കണ്ടീഷൻ എന്താ? നമുക്ക് ഇവിടുന്ന് O കണ്ടുപിടിക്കാമല്ലോ. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 60 55 ഏതൊക്കെയാണ്? ഇത് 55 ആണ്, ഇത് 60 ആണ്. ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ആണല്ലോ ഇവിടെ ഉള്ളത്. ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ 50 65 കൂട്ടിയിട്ട് അത് 180 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ 65 എന്ന് വരും. അപ്പോൾ ഇവിടെ 65 എന്ന് വന്നു. ഇനി നോക്കിയാൽ എതിർക്കോണുകൾ കൂട്ടിയാൽ 180 ആണോ? 65 50 കൂട്ടിയാൽ മതി അല്ലേ? 65 50 കൂട്ടുമ്പോൾ 115 ആണ് അല്ലേ? എത്രയാണ്? 115 ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ എതിർക്കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. ഇത് 115 ആണ്. അപ്പോൾ നമുക്ക് 115 ആയതുകൊണ്ട് തന്നെ ഇതെന്തല്ല? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല എന്ന് പറയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെൻ്ററി, ദെയർഫോർ APOQ ഈസ് നോട്ട് സൈക്ലിക്. എതിർക്കോണുകൾ അനുപൂരകമല്ലാത്തത് കൊണ്ട് APOQ എന്ന് പറയുന്നത് ഒരു ചക്രീയമല്ല എന്ന് പറയാം. ഇപ്പോൾ ഈ 65 കാണാത്തതിനെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇവിടെ നോക്കിയാൽ ഈ ആംഗിളും P എന്ന് പറയുന്ന ആംഗിളും Q എന്ന് പറയുന്ന ആംഗിളും കൂട്ടിയേക്കാലും മതി. 60 60 120 120 70 തന്നെ 190 ആയി. പിന്നെ ഒരു 55-നുള്ള ചാൻസ് ഇല്ല അല്ലേ? 65 കാണാതെ നമുക്ക് പറയാം കേട്ടോ. Pയും Qയും അതും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് 180ൻ്റെ മേലെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല? ചക്രീയമല്ല. ചക്രീയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മളുടെ കണ്ടീഷന്? എതിർക്കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ഓക്കെ, ഇത്രയാണ് ഈ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സീ യു സൂൺ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.